ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഓയിലിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിൻ്റെ വെള്ളം നല്ലോണം വറ്റിച്ചിട്ട് ഒരു ബ്രൗണിഷ് കളറിൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം അതിലോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അതിലോട്ട് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പൗഡറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് 3-4 കഷ്ണം ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ള സവാള ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതിയല്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അടുത്തതായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ആണ്. ഇത് ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇച്ചിരി സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം 1 ടീസ്പൂൺ അളവിലാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കോൺഫ്ലവർ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി വെള്ളത്തിലൊന്ന് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ അലിയിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ സോസാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മല്ലിയിലൊന്നും ഇട്ടിട്ടില്ല. അവസാനം കുറച്ച് പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.